അർജുന്റെ കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. ജിതിൻ സഹോദരി ഭർത്താവ് നേരത്തെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജുവും കൂടി ഷിരൂരിൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ തവണയാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഡ്രഡ്ജർ മാതിരിയുള്ള സംവിധാനങ്ങൾ എത്തിയിട്ടുള്ള പരിശോധന നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പം അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തെങ്കിലും നമുക്ക് ലോറിയുടെ അടുത്തെങ്കിലും എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുവരെ ഡ്രഡ്ജർ തുടരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഈ അപകടത്തെക്കുറിച്ച് കേട്ടതല്ലാതെ ഇവിടെ ആദ്യമായിട്ട് വരികയാണ്? അതെ, തീർച്ചയായിട്ടും. ഇവിടെ എത്തുമ്പോഴാണ് എത്രത്തോളം ഇതിൻ്റെ ഭീതി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. എത്രത്തോളം വലിയ അപകടമാണ് നടന്നതെന്നുള്ളത് ഇവിടെ എത്തുമ്പം തന്നെയാണ് മനസ്സിലാവുന്നത്. ഇവിടെ എത്തുമ്പം നമ്മുടെ കൂടെ അവനും കൂടെ ഉള്ളൊരു ഫീൽ വല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ലോറിയുടെ സാന്നിധ്യം മെറ്റൽ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് CP4 എന്ന കോണ്ടാക്ട് പോയിന്റ് 4-ൽ. അപ്പോൾ അവിടെ ഈ ട്രക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? എല്ലാ ഒരു പ്രതീക്ഷൻ്റെ ഇതിലാണ്. നല്ല പ്രതീക്ഷ ഉണ്ട് അവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള പരിശോധനയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും. ഇവിടെ പരിശോധന പൂർത്തിയാകുന്നത് വരെ നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഡ്രഡ്ജർ എത്തിയത് കൊണ്ട് വന്നതല്ല. ആദ്യം തീരുമാനിച്ചിട്ട് നമ്മൾ ഒന്ന് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകണമെന്നാണ് വിചാരിച്ചത്. ഡ്രഡ്ജറും പ്രവർത്തനം ഒരുമിച്ച് ആയതിൽ കാണാൻ പറ്റിയൊരിതുണ്ട്. ഈ സ്ഥലത്തൊന്ന് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു നേരത്തെ? അതെ, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് വന്നത്. കുടുംബം ഒരുമിച്ച് വരണം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പം ഇനിയിപ്പം ഇവിടെ എല്ലാവരും ആളൊക്കെ ഒഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. അതിന് മുന്നേ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റായിട്ട് വന്നതാണ്. മറ്റുള്ളവർ കൂടി എത്തും ഇവിടെ? ഇപ്പോഴല്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെങ്കിലും ഒരുമിച്ച് വന്ന് ഇവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചു. ജിതിൻ കഴിഞ്ഞ ദിവസം മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. ഇടയ്ക്കിടെ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പെ പരിശോധന നടത്തുന്നുണ്ട്. അതെ, ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത് അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചിട്ട് ഈ ഡ്രഡ്ജർ കമ്പനിയുടെ തന്നെ ഡ്രൈവേഴ്സ് അവരുണ്ട്. അവർ അതിലെ വിഷ്വലെടുത്ത് അതിനനുസരിച്ചുള്ളൊരു ഡ്രഡ്ജിങ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കി വീക്ഷിച്ച് അത് ഡ്രഡ്ജ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഏതായാലും കുടുംബം ഈ പരിശോധന നടത്തുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ടുകൊണ്ട് സഹോദരി അഞ്ജു പറഞ്ഞത്, പരിശോധന നോക്കാനോ അല്ലെങ്കിൽ തെരച്ചിൽ നോക്കാനോ അല്ല വന്നത്. അർജുൻ അവസാനമായി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒന്ന് എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് രണ്ടും ഒരുമിച്ചായി എന്നുള്ളത് മാത്രമാണ്. കുടുംബം ഒന്നാകെ തന്നെ ഇവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു അവസരത്തിൽ അവരെല്ലാവരും കൂടി ഇവിടെ എത്തുമെന്നാണ് സഹോദരി അഞ്ജു അറിയിച്ചിരിക്കുന്നത്.